ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അടുത്തുള്ളൊരു കുളമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നീന്താൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോയതാണ്. ആ സമയത്ത് കണ്ടതാണ് കേട്ടോ. ഒരു കുരങ്ങ വന്നിട്ട് ആ കുളത്തിൽ നിന്ന് വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ കുളത്തിൽ തന്നെയാണ് കുളിക്കാൻ പോകുന്നത്. അത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേദമോൾ നമ്മൾ നീന്താൻ പോകുമ്പോൾ കുട്ടികളിൽ നീന്താൻ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾക്ക് നീന്തുന്ന സമയത്ത് അത് കണ്ടോ, വേദമോൾക്ക് നീന്താൻ അറിയില്ല. പക്ഷേ ആദ്യം ഈ സ്വിമ്മിങ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവന് നീന്താൻ അറിയും. അപ്പോൾ എന്താ കയ്യിലിട്ടിരിക്കുന്ന സാധനം അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. 10-200 രൂപയേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കുട്ടികൾ നീന്താൻ പഠിച്ചാൽ അടുത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ നീന്താനുള്ള ഇതാണ് നമ്മളിപ്പോൾ വേദയ്ക്ക് കൊടുത്തത്. 2-3 കൊല്ലം കഴിഞ്ഞിട്ട് കേടൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എടുത്തു വെച്ച് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വേദ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. 10-250 രൂപേൻ്റെ മാത്രം കാര്യമുള്ളൂ. കണ്ട് അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും മുങ്ങി പോകില്ല. വെള്ളത്തിലിങ്ങനെ പൊങ്ങി കിടക്കും. പിന്നെ അവൾ തന്നെ കണ്ട സ്വന്തമായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് കാല് അവൾ തന്നെ അടിച്ച് തുടങ്ങും. കുറച്ച് നോക്കിയൊക്കെ ഇനി ഈ പൽപ്പടവ് അപ്പുറം കഴിഞ്ഞ് കണ്ട അവൾ കാല് പൊക്കി അടിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് ഒരു 2-3 ദിവസം ഇതുപോലെ അവർ കാലൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ കാലൊന്ന് സെറ്റാവും. കാല് അങ്ങനെ എങ്ങനെയാണ് നീന്തേണ്ടതെന്നൊക്കെ മനസ്സിലായി തുടങ്ങും. അത് കഴിഞ്ഞ് അവർ അത് ഊരിക്കഴിഞ്ഞാലും പിന്നെ ഒരു അധികം ബുദ്ധിമുട്ടില്ലാതെ നീന്താൻ പഠിക്കാം കേട്ടോ. അതിന് നമ്മളിങ്ങനെയാണ് നീന്താൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വേദയ്ക്കും അതേപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നില്ല കേട്ടോ. അതൊരു പഴയ വീഡിയോ ആണ് ഞാൻ എടുത്തിടുന്നത്. ഇപ്പോൾ ഞങ്ങളങ്ങനെ നീന്താനൊന്നും പോവലില്ല. കണ്ടോ, അവളിപ്പോൾ അത്ര ദൂരത്തു നിന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ ആ കുരങ്ങന്മാരുടെ അടുത്തേക്കോ എവിടേക്ക് വേണമെങ്കിലും അവൾ പോവുക വിടുകയോ ഒക്കെ ചെയ്യുക. നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട എന്നുള്ളതാണ്. അതാണ് അത് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം കേട്ടോ. അത് ഞാൻ പിന്നെയും പറയാണ്. പല ആളുകൾക്കും അറിയില്ല എന്താണത് സാധനം എന്നൊന്നും അറിയില്ല. അത് നമുക്ക് ഈ എന്താ പറയുക സ്പോർട്സിൻ്റെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. സ്പോർട്സിൻ്റെ കടകളിലൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഊതി വീർപ്പിച്ചും കൊണ്ട് കുട്ടികളുടെ കയ്യിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അവർക്കും അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നല്ല സുഖത്തിൽ പൊങ്ങി കിടക്കുക. അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആളുകൾക്കും ഒക്കെ ഉപയോഗിക്കും. ഞാനൊക്കെ ആദ്യം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ച് നമ്മൾ നോക്കിയിട്ടാണല്ലോ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പൊങ്ങി കിടക്കും. പക്ഷെ നമുക്ക് നീന്താൻ അറിയുന്ന ആളുകൾക്ക് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു കംഫർട്ട് ഇല്ലായ്മ തോന്നും. പക്ഷെ നീന്താൻ അറിയാത്ത ആളുകൾക്ക് വളരെ നല്ലതാണ്. വളരെ നമ്മൾ നമ്മുടെ മക്കളിനെ കുളങ്ങളിലും അവിടെയും ഇവിടെയും നീന്താൻ പോകുന്ന സമയത്ത് അവരിന് അയ്യോ നീന്തല്ലേ, നമുക്ക് നീന്താൻ അറിയില്ലെങ്കിലും ഈ സാധനം കയ്യിലിട്ട് കൊടുത്താൽ അവർക്ക് സുഖമായിട്ട് നീന്തി പോവാം. അവർക്ക് നീന്തൽ പഠിക്കുക. അവർ മുങ്ങി പോകുന്നുള്ള പേടിയില്ല. അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ അമ്മമാർക്ക് ഇല്ല ആർക്ക് വേണമെങ്കിലും കുട്ടികളെ നീന്താൻ വേണ്ടി കൊണ്ടുപോവുക. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നീന്താൻ അറിയില്ലെങ്കിലും സുഖമായിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കി വയ്ക്കണം. ഇതൊന്നും ഞാൻ ഇതിൻ്റെ ഒരു ഇതായിട്ട് പറയല്ല കേട്ടോ. നമുക്കറിയുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വേദ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. രണ്ടുപേരും കൂടി കളിക്കുകയാണ് അവിടെ. പിന്നെ അപ്പുറത്ത് കുരങ്ങന്മാരുണ്ട്. അത് കണ്ടിട്ടാണോ എന്നറിയില്ല. വേദ അതാണ്ട് ഒരൊറ്റ ചാട്ടം ചാടി കണ്ട. അവൾക്ക് ഒരു ചാട്ടം ചാടിയെന്ന് വെച്ചിട്ടും അവൾക്ക് ഒരു കുഴപ്പമില്ല. അത് ഇട്ടിട്ട് അവളെ കാല് അവൾ സ്വന്തമായിട്ട് അടിക്കണില്ല. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട. മലർന്ന് നീന്തോള് അവളുടെ സ്വന്തം ഇതിൽ തന്നെ മലർന്നിട്ടൊക്കെ നീന്തുകയൊക്കെ ചെയ്യും കേട്ടോ. അവൾക്ക് ഒരു കുഴപ്പമില്ല. മലർന്ന് നീന്തുന്നതിലും കവുന്ന് നീന്തുന്നതിലും ഒന്നിനും ഒരു പ്രശ്നമില്ല. ഇത് ഉണ്ടായാൽ മതി. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ അടിയിൽ കൂടെ അവിടുത്തെ പോയിട്ട് ഇങ്ങനെ കുസൃതി കാണിക്കാൻ പോവുകയാണ് കേട്ടോ. അത് കുരങ്ങന്മാരവിടെ നിന്നിട്ട് വെള്ളം കൂടിയാണ്. വെള്ളം നല്ല കുടിക്കുന്നു. ഇനിയിപ്പോൾ അവരും കുളിച്ചിട്ടില്ല. വെള്ളം കുടിച്ചിട്ട് കുടഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് അവിടെ. ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ നിത്യം വരുന്ന ആളുകളാണ് കേട്ടോ ഒരു കുരങ്ങന്മാർ. ഒരു ദിവസം നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുരങ്ങനെ വെള്ളം കൊടുക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ നശിപ്പിച്ച് കളയും. എന്തുണ്ടെങ്കിലും നശിപ്പിച്ച് കളയും അവർ. അങ്ങനത്തെ ആളുകളാണ്. പക്ഷേ വെയിലായതുകൊണ്ട് വെള്ളം ദാഹിച്ച് വന്നപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങൻ അത് അപ്പോഴേക്കും അങ്ങോട്ട് ചാടി പോകുന്നുണ്ട്. ഇവർ പോകുന്നത് കണ്ടിട്ടാണ് കുരങ്ങൻ ആ വഴിക്ക് ഓടിപ്പോകുന്നത് കേട്ടോ. വേദക്കുട്ടി കണ്ട തിരിച്ച് ആദ്യം ഇങ്ങോട്ട് തന്നെ വരാൻ തുടങ്ങി. വേദ നടുവിൽ നിന്ന് കളിക്കുക. അവൾ കുരങ്ങനെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോവാതെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങോട്ട് വരികയാണ് നീന്തിയിട്ട്. അവർക്ക് അങ്ങനെ കൈ ഒഴിയുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഇടുകയാണെങ്കിൽ
അപ്പോൾ നമ്മളുടെ ഈ ചാനൽ കാണാത്തവർ ആണെങ്കിൽ ഇനി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ കൂട്ടാക്കണം കേട്ടോ. കൂട്ടാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു. പിന്നെ കാണാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഫ്രണ്ട്സ് ആവുന്നവർക്ക് ഒരു ഹായ് പറയണേ.